ഒരു പ്രാവശ്യം കൂടി എനിക്ക് അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ രവീന്ദ്രൻ. എൻ്റെ വീട് ഹരിപ്പാടാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 7-ാം മാസത്തിലായിരുന്നു. കാരണം വെച്ചാൽ അന്ന് എനിക്ക് OET 2-3 വട്ടം എഴുതി ഫെയിലായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ആ പ്രാവശ്യം തന്നെ എനിക്ക് എക്സാം പാസ്സായി. ഞാൻ ജനുവരിയിൽ എനിക്ക് UK പോകാൻ സാധിച്ചു. അതിനുശേഷം യാതൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും 3 കുഞ്ഞുങ്ങൾക്കും മെയ് മാസം ആയപ്പോഴേക്കും UK വരാൻ സാധിച്ചു. മാതാവിൻ്റെ കരുണ ആ കൂട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു. അവർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ലാൻഡ് ലോർഡ് വിളിച്ച് പറഞ്ഞു, കൗൺസിലിൻ്റെ എന്തോ ഇഷ്യൂ കാരണം ആ വീട് പോയി, നിങ്ങൾ വേറെ വീട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ ചെന്നിട്ട് 3 മാസമേ ആയുള്ളൂ. നമുക്ക് പുറത്താരെയും പരിചയമില്ല, ഏജൻസികളിലൊന്നും കയറി ഒന്നും ചോദിക്കാനൊന്നും നമുക്കറിയില്ല, അങ്ങനെ ആരും സപ്പോർട്ടുമില്ല. ആ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തായിരുന്നു. പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ അത് 1 മന്ത് എക്സ്റ്റെൻഡ് ചെയ്തു. ശരിക്കും ഫാമിലിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല. അന്നേരം അവർ ആ ഒരു കരുണ കാണിച്ചു. മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ മൂലം ഹസ്ബൻഡിനെ 3 കുട്ടികളെയും അവിടെ താമസിപ്പിക്കാൻ അവർ സമ്മതിച്ചു 1 മന്ത്. ആ സമയം കൊണ്ട് വീട് അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ അന്വേഷിച്ചു. പക്ഷേ അപ്പോൾ ഹസ്ബൻഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ എൻ്റെയും സാലറിയുടെ ബേസിലാണ് വീട് കിട്ടേണ്ടത്. അപ്പോൾ ഹസ്ബൻഡിന് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീഗൽ പേപ്പേഴ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് വീട് ഒരു കാരണവശാലും കിട്ടുന്നില്ലായിരുന്നു. അപ്പം വീട് കിട്ടാനൊരു മാർഗ്ഗമില്ല. അവസാനം 5 ദിവസമേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നു, 5 ദിവസം കൂടെ ഉള്ളൂ വീടിൽ അവിടുന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേറെ എങ്ങും പറയാനില്ല. ഞാൻ ഇവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പറഞ്ഞു, എനിക്കൊരു പ്രത്യേകം പ്രാർത്ഥിക്കണം, വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് ചേർന്നൊരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ്. കാരണം വെച്ചാൽ ഞങ്ങളവിടെ കുറേ പേര് കൃപാസനത്തിലെ വിശ്വാസികളാണ്. അവിടുത്തെ എല്ലാ മലയാളി സ്റ്റാഫും എല്ലാവരുടെയും കഴുത്തിൽ എപ്പോഴും കാശുരൂപം കാണാം. അപ്പോൾ നമുക്ക് പരസ്പരം കാണുമ്പോൾ അറിയാം. ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നത് കൃപാസനത്തിലെ അല്ലേന്നാണ് ചോദിച്ച് പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ പോകുമായിരുന്നു. അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫാമിലി ഒരു റൂം ശരിയാക്കാം, എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞു സൺഡേയിൽ. അപ്പോൾ സൺഡേ രാത്രി ഞാൻ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ല. രാത്രി 10 മണിയായി, അച്ഛനില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പള്ളിയുടെ മുമ്പിൽ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഇരുന്ന് ഞാൻ കരയുകയാണ്, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ വിശ്വാസിയൊന്നും അല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തോടുകൂടിയാണ് ഹസ്ബൻഡ് ഇവിടുത്തെ വിശ്വാസിയായത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ തുറന്നു നോക്കിയപ്പം ഒരു വീടിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് വന്നത്. അപ്പോൾ അതിനകത്ത് കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ ഇന്ന് സൺഡേ ആണ്, സാറ്റർഡേ സൺഡേ അവധിയാണ്, മാത്രമല്ല രാത്രി 10 മണിയാണ്, ആരും ഫോൺ എടുക്കുന്ന സമയമല്ല. ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ മെസ്സേജാണ്, അതിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട്, നീ അത് തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. നമ്പറിൽ വിളിച്ചപ്പോൾ മറുതലക്കിൽ ഫോൺ എടുത്തത് ഒരു ലേഡിയായിരുന്നു. ഭയങ്കര സോഫ്റ്റ് സൗണ്ടായിരുന്നു. അപ്പം അവരെൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിച്ചതൊക്കെ, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് ഇച്ചിരി നീണ്ടതാണ്, രമ്യ രവീന്ദ്രൻ തങ്കമണി എന്നുള്ളത്. അപ്പോൾ അവർ ഓരോ സ്പെല്ലിങ്ങും കറക്റ്റെല്ലാം എഴുതിയെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നാളത്തേക്ക് വീട് ശരിയാകുമെന്ന് പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 10 മണിയായിട്ടും കോൾ വന്നില്ല ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിന് ഇന്നലെ രാത്രിയില്ല, ഞങ്ങളിവിടെ ഫോൺ എടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ, 2 ദിവസമായിട്ട് സാറ്റർഡേ സൺഡേ ഓഫീസ് അവധിയാണ്, ഇവിടെ ആരുമില്ല, മാത്രമല്ല ഇവിടെ ലേഡീസ് ആരും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി അത് മാതാവാണ്, ആ ഇടപെട്ട് മാതാവാണ് ആ ഫോൺ ചെയ്ത് പറഞ്ഞതെന്ന് അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ബോധ്യമായി. അത് ഫോൺ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളാം നിങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് അടുത്ത മെസ്സേജ് വന്നു മൊബൈലിലേക്ക്, ഇന്നലെ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട വീടിൻ്റെ വ്യൂയിങ്ങിന് വന്നിട്ടുണ്ട്, എനിക്ക് 46-ാമത്തെ നമ്പറാണ്, അവിടെ നമുക്കൊരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ തരും, നമ്മൾ പോയി കാണുക, ഇഷ്ടപ്പെട്ടാൽ അഡ്വാൻസ് കൊടുക്കുക, പിന്നെ അതിനുശേഷം ലാൻഡ് ലോഡിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സെലക്ട് ചെയ്യും. അപ്പം 46-ാമത്തെ നമ്പറാണ്. അപ്പോൾ എനിക്കറിയാം എന്തായാലും 46-ാമത്തെ നമ്പറിൽ നമുക്കത് കിട്ടില്ല വീട്. നോക്കിയപ്പോൾ ആ മെസ്സേജ് താഴേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ലാൻഡ് ലോഡിൻ്റെ നമ്പറുണ്ട്. ഒരു കാരണവശാലും ഒരേ ഏജൻസികളും ലാൻഡ് ലോഡിൻ്റെ നമ്പർ നമുക്ക് തരില്ല കോൺടാക്റ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ ആ നമ്പറിലേക്ക് ലാൻഡ് ലോഡിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട് നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയുന്നതിനെക്കാട്ടി 50 പൗണ്ട് ഞാൻ കൂടുതൽ തരാം, എനിക്ക് വ്യൂയിങ് ഒന്ന് ശരിയാക്കി തരുമെന്ന് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ വന്നോളൂ, രാവിലെ 11:30 വരും. ശരിക്കും വൈകിട്ട് 6:30 വ്യൂയിങ് പറഞ്ഞേക്കുന്നത്.
എടുക്കുന്ന രാവിലെ 11:30 വരാൻ പറഞ്ഞു. ചെന്നു കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉള്ള വീട് എനിക്ക് കിട്ടണേന്ന്. ആ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ തോന്നി. അപ്പം ഞാൻ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അയാൾ കാണാതെ ആ വീടിൻ്റെ കോർണറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഈ വീട് എനിക്ക് തന്നെ തരണേ മാതാവേ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയാം ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീഗൽ പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ആ വീട് കിട്ടില്ലെന്ന്. പക്ഷേ അപ്പം പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പുള്ളിക്ക് ലീഗലി പ്രൊസീഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി അല്ലാതെ ടെനൻസി എഗ്രിമെൻറ്റ് ശരിയാക്കാം, ക്യാഷ് ബൈ ഹാൻഡ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും നമുക്കും വേണ്ടത് അതുതന്നെയായിരുന്നു. പുള്ളി അത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ പൈസ അയാൾക്ക് കൊടുത്തു. അപ്പം തന്നെ വീടിൻ്റെ താക്കോലും ഞങ്ങൾക്ക് തന്നു. അന്ന് തന്നെ മാതാവ് തലേന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. അപ്പോൾ സാധാരണ നമുക്ക് അവിടെ ഒരു വീട് കിട്ടുമ്പം വീട് പ്ലെയിൻ ആയിട്ടൊരു വീടാണ് കിട്ടുന്നത്. നമ്മൾ ഫർണിച്ചർ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. പക്ഷേ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കണ്ട സമയത്ത് ഒരു ഫാമിലിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണോ അത് ഫുള്ള് ആ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ സഹിതം സകല സാധനങ്ങളും നമ്മളൊരു സാധനം പോലും പുറത്തുനിന്ന് പോയി മേടിച്ചിട്ട് ആ വീട്ടിലേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങളെ മാതാവ് ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇന്നും ആ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു 15 വർഷമായിട്ട് ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, കൊളസ്ട്രോളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് പെയിൻ വരും. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് പുള്ളിക്ക് ഞാൻ നെഞ്ചിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചുവേദന മാറുമായിരുന്നു. പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടൊന്ന് കാണിച്ച് നോക്കി, എപ്പോഴും നെഞ്ചുവേദനയൊക്കെ വരുന്നതല്ലേ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കൺസൾട്ടൻറ്റിനെ കണ്ടു. അപ്പം ഡോക്ടർ ബ്ലഡ് വർക്ക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പുള്ളിക്ക് കുറഞ്ഞതൊരു 3 ബ്ലോക്ക് കാണും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 2 ദിവസത്തിനകം നമുക്ക് ആൻജിയോഗ്രാമും ചെയ്യാം, ആ സെയിം ടേബിളിൽ തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി അങ്ങ് ചെയ്യാം, അതല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ ഇല്ല ഇതിനെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ആൻജിയോപ്ലാസ്റ്റിക്ക് തയ്യാറല്ലെന്ന് പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് എൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയത്തില്ലേ, ഈ മനുഷ്യന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാൾ കിടപ്പിലാകും, ഒന്ന് ഇയാൾക്ക് സ്ട്രോക്ക് വരും, അപ്പം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇയാളുടെ മലവും മൂത്രവും എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഇയാൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകും, രണ്ടിലൊന്ന് സംഭവിക്കും, അത് ഉറപ്പാണ് ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ കുറിച്ച് മരുന്നുകളെല്ലാം മേടിച്ച് എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കാൻ ഓർത്ത് വന്നു. ഹസ്ബൻഡ് ഒരു വിധത്തിൽ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടി തൈലം വെച്ച് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അത് അന്ന് 2022 ഞാൻ ഉടമ്പടി എടുത്തപ്പം അന്ന് തുടങ്ങിയതാണ്. ഇന്ന് ഈ നിമിഷം വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല. ഉടമ്പടി തൈലം ഹൃദയത്തിൻ്റെ അവിടെ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഇന്നേ വരെ ഹസ്ബൻഡ് ഇപ്പോൾ 3 വർഷമായി ബിപിയുടെ ഗുളികയൊക്കെ പുള്ളി നിർത്തി, ഒന്നും കഴിക്കുന്നൊന്നുമില്ല. പക്ഷേ പുള്ളി പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും പുള്ളിക്ക് വേറെ യാതൊരു നെഞ്ചുവേദനകളോ ഹോസ്പിറ്റലിൽ അതിൻ്റെ പേരിൽ അഡ്മിറ്റ് ആകേണ്ടി ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നതിന് ശേഷം എൻ്റെ ഫാദർ സിക്കായിരുന്നു, ഡെങ്കിപ്പനിയായിട്ട് കൂടുതലായിട്ട് വണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞു 3000 എത്തി. അപ്പം ഫാദറിന് 75 വയസ്സുണ്ട്, ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ 3000 ആയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. അവർ പ്ലേറ്റ്ലെറ്റിൻ്റെ ട്രാൻസ്ഫ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഒന്നും ഇമ്പ്രൂവ് ആകുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എമർജൻസി ലീവ് എടുത്ത് വന്നു. വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഇറങ്ങി, എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ഉപ്പും തേനും മേടിച്ച് എന്നിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ചാച്ചന് ആ തൈലം കുടിക്കാൻ കൊടുത്ത്, എന്നിട്ട് ഞാൻ ആ ഉപ്പ് കഞ്ഞിക്കകത്തിട്ട് ചാച്ചന് കൊടുത്ത്, അതിനുശേഷം ചാച്ചനെ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറ്റി. അവിടെ കൊണ്ടുചെന്ന് 5 ദിവസം ICUയിൽ കിടന്നു. പക്ഷേ ICU കിടക്കുമ്പോഴും വിസിറ്റിംഗ് ടൈമിൽ ഞാൻ അകത്ത് കയറിയിട്ട് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. സിസ്റ്റർമാരുടെ ഞാൻ ഉപ്പ് കൊടുക്കുമായിരുന്നു, ഈ ഉപ്പ് കഞ്ഞിയിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാച്ചനെ പൂർണ്ണ ആരോഗ്യവനായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് 75,000 ആയിട്ട് അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ചാച്ചനെ. അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇതേപോലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ചാച്ചന ഈ പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈവേയുടെ സൈഡിലെ ബൈക്കിൽ നിന്ന് ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ വന്ന് ഇടിച്ചു, ബൈക്ക് തെറിച്ചു, റോഡിൻ്റെ നടുക്കിലേക്ക് വീണപ്പം ബാക്കിൽ നിന്ന് വന്ന വണ്ടി ദേഹത്തോടെ കയറി ഇറങ്ങി. എനിക്ക് അത്രയും ഫോൺ കോൾ കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഫുള്ള് ബ്ലഡിലാണ്. അപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു ഒടിവുകളുണ്ട്, എവിടേക്കാണ് ഒടിവുകളെന്ന് അറിയത്തില്ല, കോൺഷ്യസ് ആണ് ആൾക്ക്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഫുള്ള് ബ്ലഡൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ
അത് ആദ്യമായിട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അലറിക്കരഞ്ഞു. എനിക്ക് അന്നേരം അതാണ് തോന്നിയത്. ഞാൻ കുറേ നേരം അലറിക്കരഞ്ഞു. അത് കഴിഞ്ഞാണ് എനിക്കൊരു ബോധം വീണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം തന്നെ ഞാൻ ഓടി വന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടുമേ നിന്ന് അന്നേരം ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവരവിടെ നിന്ന് പെട്ടെന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയി. അവരവിടെ എത്തി എക്സ്റേ എടുക്കുന്നിടം വരെ ഞാൻ മുട്ടുമേ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും മാറി മാറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ തൈലം എടുത്ത് എൻ്റെ ദേഹത്തൊക്കെ തേച്ചു. എവിടേക്കാണോ ചാച്ചന് മുറിവെന്ന് പറഞ്ഞിടത്തൊക്കെ ഞാൻ തേച്ചു, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ ചാച്ചന് ശരീരത്തെങ്ങും ഒരു ഒടി പോലും കാണാതെ എൻ്റെ മാതാവ് കാക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അവിടെ ചെന്നു അവർ എക്സ്റേ എടുത്തു, CT എടുത്തിട്ട് പറഞ്ഞു ശരീരത്തെങ്ങും ഒരു ഒടിവില്ല. വണ്ടി കയറി ഇറങ്ങിയ ആളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആരായാലും കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അത് ഈ മിനി അപ്പയെന്നോ എന്തോ പറഞ്ഞൊരു വണ്ടിയാണ് ചാച്ചൻ്റെ ദേഹത്തോടെ കയറി ഇറങ്ങിയത്. പക്ഷേ സ്പീഡിലായിരുന്നു വണ്ടി വന്നത്. വണ്ടി കയറി ഇറങ്ങി, പക്ഷേങ്കിൽ അതിനകത്ത് വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മാതാവ് ആ സമയത്ത് പ്രവർത്തിച്ചതാണ്. ചാച്ചൻ്റെ ഈ ഇടത് കൈക്കും ഇടത് കാലിലും മുഴുവൻ രക്തമെല്ലാം ബ്ലഡ് ക്ലോട്ടായി. പിന്നെ അതൊക്കെ കീറി അവർ എടുക്കേണ്ടിയൊക്കെ വന്നു. പക്ഷേ അതിനുശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ചാച്ചന സൗഖ്യം പ്രാപിച്ചു വരുന്നു. അതിനുശേഷം ചാച്ചന ഇവിടുത്തെ പൂർണ്ണ വിശ്വാസിയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും, വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ചാച്ചനിപ്പോൾ. പിന്നെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവിനാണ് വന്നിരിക്കുന്നത്. എൻ്റെ മമ്മി ഒന്ന് വീണു ഒരു ഫ്രാക്ചർ ഉണ്ടായി. അപ്പം നട്ടലിന് ഫ്രാക്ചറായ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ 1 മന്ത് കിടന്നു മമ്മി. അവിടുന്ന് പിന്നെ മമ്മിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഛർദിലൊന്നും മാറുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് DK ആണെന്ന് പറഞ്ഞ്. വെച്ചാൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകും അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. മമ്മിക്ക് ഡയബറ്റിക് ആയിരുന്നു. അപ്പം കീറ്റോണിൻ്റെ അളവ് ബോഡി കൂടിയതാണ്. പിന്നെ ഹാർട്ടിന് 2 സർജറിയൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ICUയിൽ കയറ്റണം, കണ്ടീഷൻ ക്രിട്ടിക്കലാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ അന്നേരം ഇതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആയുധം എൻ്റെ ജീവിതത്തിലെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ്. എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് അതിനുള്ളൊരു സഹനം കിട്ടും. ഓടിച്ചെന്നാൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു സഹനം എനിക്ക് അന്നേരം ദൈവം തരും. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവർ രാത്രി തന്നെ മമ്മിയെ കൊച്ചിയിലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്രയായിരുന്നു, എൻ്റെ മമ്മി ICU കയറ്റരുത്, ഒരിക്കലും ഒരു കാരണവശാലും ICUയിൽ കയറ്റേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് അവർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇവർ പറഞ്ഞ DK എന്ന് പറയുന്നൊരു രോഗം മമ്മിക്കില്ല, ഒരു കുഴപ്പമില്ല, വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. മമ്മിക്ക് അതിനുശേഷം ബ്ലഡ് കൗണ്ടൊക്കെ കൂടിയെങ്കിലും ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരുന്നു, മമ്മി സുഖം പ്രാപിച്ചു വരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും ഒട്ടുമുക്കാൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ വിടാതെ കേൾക്കും. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ വാട്സപ്പിലും എല്ലായിടവും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഈ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പം ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഇന്ന ആൾക്ക്